ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പിശാചിലും വിശ്വാസമുണ്ട്. എന്നിരുന്നാലും അശുദ്ധ ശക്തികൾ ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എല്ലാവരുടെ മനസ്സും ആഗ്രഹിക്കുക. എന്നാൽ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ചില അനുഭവങ്ങൾ, നമ്മൾ മാത്രം അനുഭവിക്കുന്ന ചില വിചിത്രമായ കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ വിശ്വാസങ്ങൾക്കും വിപരീതമായിരിക്കും. പിന്നീട് ഒരിക്കലും ഓർത്തെടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പേടി സ്വപ്നമായി തന്നെ അത് മാറും. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നതും നമ്മുടെ സബ്സ്ക്രൈബർക്കുണ്ടായ ഒരു യഥാർത്ഥ അമാനുഷികമായ അനുഭവമാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും സംഭവിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഈ അനുഭവം ഉണ്ടായത് ആശയ്ക്കാണ്. ആശയുടെ സ്ഥലം പത്തനംതിട്ട. ആശയ്ക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി അവൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത്. അവളുടെ വീട് ഒരു പഴയ കാലത്തെ തറവാടാണ്. വീടിന് തൊട്ടടുത്തായി തന്നെ ഒരു സെമിത്തേരി ഉണ്ട്. അതിന് തൊട്ടു പുറകിലായി ഒരു ആൾതാമസമില്ലാത്ത വലിയ വീടുമുണ്ട്. ആശയുടെ വീടുള്ളത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ്. ചുറ്റും നിറയെ കാടുകളാണ്. ഒരു ദിവസം രാത്രി ഒരു 10 മണിയോടെ ആശയുടെ 5 വയസ്സുള്ള അനിയത്തിക്ക് പെട്ടെന്ന് പനിയും ഛർദിലും കൂടി. അവളുടെ അച്ഛൻ ഗൾഫിലാണ്. അമ്മയാണ് അവരെ നോക്കിയിരുന്നത്. അനുജത്തിക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാൻ അവളുടെ അമ്മ ആശയോട് പറഞ്ഞു. അങ്ങനെ അനുജത്തിക്ക് ചൂടുവെള്ളം എടുക്കാനായി ആശ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. വീടിന്റെ അങ്ങേ അറ്റത്താണ് അടുക്കളയുള്ളത്. ഒരു വെളിച്ചവുമില്ലാത്ത നീണ്ട വരാന്തയിൽ കൂടി നടന്നു വേണം അവിടേക്ക് എത്താൻ. അവൾ ആ ഇരുട്ട് നിറഞ്ഞ വരാന്തയിൽ കൂടി ടോർച്ച് അടിച്ച് നടക്കാൻ തുടങ്ങി. അവിടെ നിന്നും നോക്കിയാൽ വളരെ വ്യക്തമായി തന്നെ ആ സെമിത്തേരിയും കാണാൻ സാധിക്കും. അങ്ങനെ അവൾ യാദൃശികമായി നോക്കിയപ്പോൾ പെട്ടെന്ന് സെമിത്തേരിയുടെ മതിലിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് പോലെ അവൾ കണ്ടു. പെട്ടെന്ന് ഭയന്ന് പേടി തോന്നി ശരീരം വിറയ്ക്കാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറി. അനിയത്തിക്ക് ചൂടുവെള്ളം എടുത്തുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ച് വരാന്തയിൽ കൂടി വേഗം നടക്കാൻ തുടങ്ങി. അറിയാതെ പോലും സെമിത്തേരിയിലേക്ക് നോക്കരുത് എന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അനുജത്തിക്ക് വെള്ളവും എടുത്തു കൊടുത്തു. തിരിച്ച് തന്റെ മുറിയിലേക്ക് വന്നു. ഇതിനു ശേഷമായിരുന്നു പല വിചിത്രമായ അനുഭവങ്ങൾ അവൾക്കുണ്ടാകാൻ തുടങ്ങിയത്. അതായത് അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെയുള്ള ചെറിയ അനുഭവങ്ങളിലൂടെ അവളുടെ കാലം കടന്നുപോയി. ഇപ്പോ ആശയ്ക്ക് 15 വയസ്സ്. അപ്പോഴായിരുന്നു അവളുടെ അമ്മയിൽ നിന്നും അവൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവളുടെ വീടിന് പുറകിലുള്ള വീട്ടിൽ പണ്ട് ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. എന്താണ് പ്രശ്നമെന്നറിയില്ല. ഒരു ഘട്ടത്തിൽ അവർ ആത്മഹത്യ ചെയ്തു. പിന്നീട് അവരുടെ മക്കൾ ആ വീട് ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയി. ഒരിക്കൽ ആശയും അവളുടെ അനുജത്തിയും കൂടി അവരുടെ നായയും കൊണ്ട് ആ വീടിനടുത്തേക്ക് നടക്കാനായി ഇറങ്ങി. അങ്ങനെ ചുറ്റും കാഴ്ചകൾ കണ്ട് നടന്നു വരുമ്പോൾ ഒരു അല്പം ദൂരെ മാറി നിന്നിരുന്ന അവളുടെ അനുജത്തി പെട്ടെന്ന് ആശയോട് വന്നിട്ട്, എന്തിനാ ചേച്ചി എന്നെ വിളിച്ചേ എന്ന് ചോദിച്ചു. സത്യത്തിൽ ആശ അവളെ വിളിച്ചിട്ടേ ഇല്ലായിരുന്നു. ഞാൻ വിളിച്ചില്ലല്ലോ എന്ന ഒരു ചോദ്യത്തോടു കൂടി ആശ അനുജത്തിയെ നോക്കി. അതേസമയം തന്നെ ആ ആളൊഴിഞ്ഞ വീടിനകത്തു നിന്നും എന്തോ ശബ്ദം വരുന്നത് കേട്ടു. ആൾതാമസമില്ലാത്ത വീടായതുകൊണ്ട് മരപ്പട്ടിയുടെ ശല്യം ആയിരിക്കുമെന്ന് കരുതി അവർ തിരിച്ചുപോയി. പക്ഷെ അപ്പോഴും അനുജത്തിയെ ആര് വിളിച്ചിട്ടുണ്ടാകും എന്ന ചോദ്യം ആശയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോറും അവളത് മറന്നു. 1 വർഷത്തിന് ശേഷം അവർ അവരുടെ തറവാട് പൊളിച്ച് പുതിയ വീട് വെച്ചു. ആ സമയം ആശ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുകയായിരുന്നു. അവൾക്ക് മാത്രമായി ഒരു മുറിയും കൊടുത്തു. എന്നാൽ അവളുടെ മുറി ആ സെമിത്തേരിക്ക് അടുത്തായിരുന്നു. അതായത് അവൾ കിടന്നിരുന്ന ആ മുറിയിലെ ജനാല തുറന്നാൽ സെമിത്തേരി വ്യക്തമായി കാണാൻ കഴിയും. ആദ്യത്തെ കുറച്ചു നാളുകളൊന്നും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടു പോയി. എന്നാൽ ഒരു ദിവസം അവൾ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത, ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം നടന്നു. അവളുടെ മുറിയിൽ അവൾ കിടക്കുന്ന ജനാലയുടെ സൈഡിൽ കൂടിയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. അവിടെ രാത്രി എപ്പോഴും ലൈറ്റ് ഉണ്ടാകും. ഒരു ദിവസം ആശയ്ക്ക് രാത്രി കിടന്നിട്ട് ഉറക്കമേ വന്നില്ല. അവൾ ആ ജനാലയുടെ സൈഡിലേക്ക് അങ്ങനെ നോക്കി കിടന്നു. പെട്ടെന്ന് ഒരു ചുവന്ന രൂപം ആ പടിയിൽ കൂടി കയറി മുകളിലേക്ക് പോകുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവളെ കൊണ്ട് അനങ്ങാനേ സാധിച്ചില്ല. ആ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയാലോ എന്ന് പോലും അവൾ ചിന്തിച്ചു. പക്ഷേ അവളുടെ ശരീരം അവൾക്ക് ഒട്ടും പോലും അനക്കാനായില്ല. ആ സംഭവത്തിന് ശേഷം അവൾ വീട്ടിൽ വളർത്തുന്ന നായയെ സ്വന്തം മുറിയിലാണ് കിടത്തുന്നത്. അങ്ങനെയെങ്കിലും തനിക്ക് ഭയം മാറും എന്നായിരുന്നു അവൾ വിശ്വസിച്ചത്. എന്നാൽ ഒരു ദിവസം രാത്രി ആ നായ തന്റെ മുറിയിലെ ഒരു മൂലയ്ക്ക് നോക്കി കുരയ്ക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ആശ അത് ശ്രദ്ധിച്ചില്ല, അത് വലിയ കാര്യമായി എടുത്തില്ല. എന്നാൽ തുടർച്ചയായി നായ അതേ
അതേ ഭാഗത്ത് നോക്കി കുരയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. ആ മൂലയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തിന് നായ അവിടെ തന്നെ നോക്കി കുരയ്ക്കണം? ആശയും നായെ പോലെ തന്നെ അതേ മൂലയ്ക്ക് നോക്കി. അവിടെ ഒന്നും തന്നെ ഇല്ല. പെട്ടെന്നായിരുന്നു അവളുടെ മനസ്സിൽ ഭയം ഓടിക്കൂടിയത്. മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത പലതും മൃഗങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നായകൾക്ക് കാണാൻ സാധിക്കുമെന്ന് അവൾ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അത് സത്യമായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ യാതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം നോക്കി എന്തിന് നായ കുരയ്ക്കണം? ആശ പിന്നീട് മറ്റൊന്നും ചിന്തിച്ചില്ല. വളരെ വേഗത്തിൽ കട്ടിൽ നിന്നും എഴുന്നേറ്റ് ഹാളിൽ പോയി അവളുടെ അച്ഛന്റെ കൂടെയാണ് അന്ന് രാത്രി ഉറങ്ങിയത്. ഞാൻ ഇതിനകം പറഞ്ഞു, ആശയുടെ വീടുള്ളത് ഒറ്റപ്പെട്ട സ്ഥലത്താണ്. ചുറ്റും ഒരുപാട് കാടാണ്. അതിനാൽ വീടിന്റെ എല്ലാ ജനാലകളും അടച്ചിട്ടേ കിടക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ആ ജനാല അടയ്ക്കാൻ ആശ ഒരിക്കലും മറക്കാറില്ല. കാരണം ജനാല തുറന്നു കിടന്നാൽ ആ സെമിത്തേരി അവൾക്ക് നന്നായി കാണാം. പറഞ്ഞു വന്നാൽ അവൾ ആ ജനാല തുറക്കാറേ ഇല്ല. അതാണ് സത്യം. എന്നാൽ ഒരു ദിവസം ഉറക്കമെഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളുടെ മുറിയുടെ സെമിത്തേരിയിലേക്കുള്ള ജനാലകൾ തുറന്നു കിടക്കുകയായിരുന്നു. ആദ്യം അമ്മയോ അച്ഛനോ ആയിരിക്കാം തുറന്നത് എന്നാണ് അവൾ കരുതിയത്. എന്നാൽ അവൾ വാതിൽ പൂട്ടിയിട്ടാണ് കിടന്നുറങ്ങിയത്. പിന്നെ എങ്ങനെ അച്ഛനും അമ്മയും അകത്തേക്ക് വരും? ഇനി വാതിൽ പൂട്ടുന്നതിന് മുൻപാണോ തുറന്നത് എന്നവൾ ചിന്തിച്ചിട്ട് അച്ഛനോടും അമ്മയോടും ചെന്ന് കാര്യം ചോദിച്ചു. പക്ഷെ അവർ തുറന്നിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. ജനാലകൾ തുറന്നു കിടക്കുന്നത് കണ്ടാൽ അച്ഛനോ അമ്മയോ വന്ന് അത് അടച്ചിടും. അടച്ചു വെച്ചിരുന്ന ജനാല ഒരിക്കലും അമ്മയോ അച്ഛനോ തുറക്കാറില്ല. അപ്പോ പിന്നെ ഇതാര് തുറന്നിട്ടുണ്ടാകുമെന്ന ചോദ്യം അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി. എന്നാൽ ഭയപ്പെടുത്തുന്ന വണ്ണം ഇതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും സംഭവിക്കാൻ തുടങ്ങി. ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ പേടി കാരണം തന്റെ മാനസിക നില തെറ്റും എന്നവൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ അവൾ എത്തി. ഒരു ദിവസം തനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളെല്ലാം അവൾ അമ്മയോട് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ കൂടെ ആരോ കിടക്കുന്നതായും പുതപ്പ് വലിക്കുന്നതായും അനുഭവപ്പെട്ടു. ആ മുറിയിൽ അവൾ ഒറ്റയ്ക്കാണ് കിടക്കാറ്. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ആശയുടെ ഭയവും പരിഭ്രാന്തിയും കണ്ട് ഒരു ദിവസം അവളുടെ അച്ഛനും അമ്മയും പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്നു. അച്ഛൻ അന്ന് പറഞ്ഞത് ഈ വീടിന് ചുറ്റും വളരെ ഭയങ്കരമായ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നാണ്. അച്ഛനെന്ന് എല്ലാവരുടെയും തല തൊട്ട് പ്രാർത്ഥിച്ചു. പിന്നീട് അച്ഛൻ പറഞ്ഞതനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ ആശയും അവളുടെ അച്ഛനും അമ്മയും ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷമാണ് ആശയ്ക്കുണ്ടാകുന്ന ഇങ്ങനെയുള്ള അമാനുഷികമായ അനുഭവങ്ങൾ അവസാനിക്കാൻ തുടങ്ങിയത്. അന്നു മുതലാണ് അവൾ സമാധാനമായി കിടന്നുറങ്ങിയതും. ഇന്ന് ആശയ്ക്ക് 18 വയസ്സായി. ഇന്നും അവൾ അതേ വീട്ടിലാണ്, അതേ മുറിയിലാണ് കിടന്നുറങ്ങാറ്. പക്ഷെ ഇപ്പോൾ അവൾക്ക് യാതൊരു ഭയവുമില്ല. എന്നാൽ പഴയ കാലത്ത് തനിക്കുണ്ടായ അനുഭവങ്ങൾ അവൾക്കൊരിക്കലും മറക്കാനും സാധിക്കില്ല. വല്ലാത്തൊരു ഭയത്തോടു കൂടി അല്ലാതെ അത് ഓർത്തെടുക്കാനും സാധിക്കില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പുറത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, എന്നാൽ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ അമാനുഷികമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാണുന്ന മെയിലൈഡിയിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. കുറച്ച് ലെങ്തിയാണ്, കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ചാനൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആശയ്ക്ക് അവളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള മിസ്റ്ററി, ഹൊറർ, ക്രൈം കേസസിനോട് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.